Hi, I am Rojesjose, Managing Director of Alpha Academy. ഇന്നേ ദിവസം +2 സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീം ഡെസിഗ്നേഷനായ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് ടൈം കോഴ്സിലൂടെ ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് നേടി ഏറ്റവും നല്ലൊരു ഹൈ റെപ്യൂട്ടേഷനുള്ള ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നേ ദിവസം ഡിസ്കസ് ചെയ്യുക. ആ കോഴ്സാണ് ബിടെക്, നമ്മൾ എൻജിനീയറിംഗ് എന്ന് വിളിക്കും. ഈ എൻജിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ജോലി സാധ്യത കുറവല്ലേ എന്നൊരു ചിന്തയായിരിക്കും നമ്മളിലേക്ക് വരിക. എന്നാൽ ഒന്ന് രണ്ട് ക്യാമ്പസുകളിലൂടെ നമുക്കൊന്ന് പോകാം. ഫസ്റ്റ് വൺ ഇർമി എന്ന് നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കണം, ഇർമി എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ എൻജിനീയറിംഗ് കോളേജിൻ്റെ പേരാണ്. IRIMEE. ഇന്ത്യൻ റെയിൽവേയുടെ എൻജിനീയറിംഗ് കോളേജിലേക്കാണ് 17ാമത്തെ വയസ്സിൽ +2 കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ പഠിക്കാൻ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ആ കുട്ടി പഠിക്കുന്ന സമയത്ത് ഫീസൊന്നും കൊടുക്കേണ്ടത് മാത്രമല്ല, സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം എന്നുള്ളതും മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യൻ റെയിൽവേയിൽ 1 ലക്ഷം രൂപയോളം സാലറിയോടുകൂടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് ആ കുട്ടി മാറ്റപ്പെടുകയാണ്. അതായത് 17ാമത്തെ വയസ്സിൽ തന്നെ ഈ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഡെസിഗ്നേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് ഈ ഇർമിയുടെ ക്യാമ്പസിൻ്റെ പ്രത്യേകത മാത്രമല്ല, അത് വേൾഡിലെ തന്നെ നമ്പർ 1 ക്യാമ്പസായ IITയുടെ ക്യാമ്പസിൽ അഡ്മിഷൻ കിട്ടിയാൽ ഇതുപോലെ തന്നെയാണ്. 17ാമത്തെ വയസ്സിൽ IITയുടെ ക്യാമ്പസിലേക്ക് +2 പഠിക്കുന്ന സമയത്ത് IITയുടെ ക്യാമ്പസിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയാൽ ആ കുട്ടി പിന്നെ അറിയപ്പെടുന്നത് IITN എന്നാണ്. അതേപോലെ നമുക്ക് ഏറ്റവും നല്ല ഡെസിഗ്നേഷൻ തരുന്ന ഒരു ബെസ്റ്റ് ക്യാമ്പസാണ് ISROയുടെ ക്യാമ്പസ്, IIST. ISROയിലേക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി അറിയപ്പെടുന്നത് സയൻറ്റിസ്റ്റ് എന്നാണ്. ഇതേപോലെ നമുക്ക് നല്ല നല്ല ഡെസിഗ്നേഷൻസ് തരുന്ന നാഷണൽ ഡിഫൻസ് അക്കാഡമിയുടെ ക്യാമ്പസുകൾ, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ, IITs പോലുള്ള ക്യാമ്പസുകൾ, NITs പോലുള്ള ക്യാമ്പസുകൾ, ഇങ്ങനെ ബിടെക് അതായത് എൻജിനീയറിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ, എൻജിനീയറിംഗ് കോഴ്സിനെ കുറിച്ച് നമുക്കൊരു കാര്യം അറിയാം, 4 വർഷം മാത്രം പഠിക്കേണ്ട ഒരു കോഴ്സാണ് എൻജിനീയറിംഗ്. ഇതിൽ 3ാമത്തെ വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ഏറ്റവും നല്ലൊരു കോഴ്സാണ് ഈ ബിടെക് അല്ലെങ്കിൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്യാമ്പസുകളിൽ ഏറ്റവും നല്ല രീതിയിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന നല്ലൊരു റെപ്യൂട്ടേഷനിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഈ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്ന ക്യാമ്പസ് ഏതായിരിക്കണം ഈ ബിടെക് കോഴ്സ് പഠിക്കുന്നത്. ഒരു ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോൾ 3 കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, ആ ക്യാമ്പസിൻ്റെ മുൻ വർഷങ്ങളിലെ റിസൾട്ട് പെർസെൻറ്റേജ് എങ്ങനെയുണ്ട്. രണ്ടാമത്തത്, ആ ക്യാമ്പസിൻ്റെ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെയുണ്ട്. മൂന്നാമത്തത്, ആ ക്യാമ്പസിലെ ഡിസിപ്ലിൻ എങ്ങനെയുണ്ട്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഒരു കുഞ്ഞിന് ഒരു രക്ഷിതാവ് ആ ക്യാമ്പസിലേക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്നതെങ്കിൽ ബിടെക് പഠിച്ചു എന്നതിനെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരില്ല. നമ്മൾ സാധാരണയായി ബിടെക് പഠിച്ചു കഴിഞ്ഞു, അല്ലെ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്, ജോലി ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് കാണുന്ന ധാരാളം ചെറുപ്പക്കാരെ നമ്മളൊന്ന് പരിശോധിച്ചാൽ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എവിടെയെങ്കിലുമൊക്കെ പോയി അഡ്മിഷൻ എടുത്ത് പഠിക്കുന്ന കുട്ടികളാണ് ബിടെക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നടക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ബിടെക്കിൻ്റെ സ്ട്രീമുകൾ, ഇനി അതിനോടൊപ്പം തന്നെ ഈ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു തന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും. 150ഓളം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കോഴ്സസ് ഉണ്ട് ബിടെക് സ്ട്രീമിൽ. അതിൽ നിന്നും ഏറ്റവും ജോലി സാധ്യതയുള്ള കോർ കോഴ്സസ് എന്നറിയപ്പെടുന്ന കോഴ്സുകളാണ് നമ്മളെടുത്ത് പഠിക്കുന്നതെങ്കിൽ നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ തന്നെ ജോലി നമ്മളെ അന്വേഷിച്ച് വന്നുകൊള്ളും. അപ്പോൾ ക്യാമ്പസ് സെലക്ട് ചെയ്യുമ്പോഴും കോഴ്സ് സെലക്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എൻജിനീയറിംഗ് സ്ട്രീമിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കോഴ്സുകൾ, കോളേജുകൾ, ഇതൊക്കെ അതാത് സമയത്ത് പേരൻസിനും കുട്ടികൾക്കും, അത് ആൽഫയുടെ ലോങ് ടൈം കോച്ചിങ് ആയിക്കോട്ടെ, ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് ബാച്ച് ആയിക്കോട്ടെ, റിപ്പീറ്റർ ബാച്ച് ആയിക്കോട്ടെ, ഈ ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ആൽഫയുടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി കൊടുത്തുകൊണ്ടിരുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് തരികയാണ്.
ഈ ഓരോ ക്യാമ്പസുകളെക്കുറിച്ചും ഓരോ കോഴ്സുകളെക്കുറിച്ചും ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അത് അടുത്ത ഓരോ വീഡിയോകളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുവാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ കൂടുതലായിട്ട് വിശകലനം ചെയ്യുന്നത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറയുമ്പോൾ 3 സെക്ടറിലാണ് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുള്ളത്. ഒന്ന് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, സെക്കൻഡ് വൺ ഗവൺമെൻറ് കൺട്രോൾഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, മൂന്നാമത്തെ സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഈ 3 സെക്ടറിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും ഏറ്റവും മികച്ച കോഴ്സുകൾ എടുത്ത് ബിടെക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എഴുതേണ്ട എൻട്രൻസ് എക്സാമിനേഷനാണ് കേരള ഗവൺമെൻറ് നടത്തുന്ന, കേരള എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് കീം എക്സാമിനേഷൻ. ഈ കീം എക്സാമിനേഷൻ 2 പാർട്ടായിട്ടാണ് എക്സാം നടക്കുക, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി എക്സാമിനേഷനും പേപ്പർ 2 എന്ന് പറയുന്നത് മാത്സ് എക്സാമിനേഷനും. ഈ 2 എക്സാമിനേഷനും കൂടെ 960ലാണ് പരീക്ഷ നടക്കുന്നത്. ഈ 960ൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ, നല്ലൊരു റാങ്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ, ഏറ്റവും നല്ല ഡിസിപ്ലിനും റിസൾട്ടും പ്ലേസ്മെൻറ്റും ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ നേടി ബിടെക് നമുക്ക് പഠിക്കുന്നതിനും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 3rd ഇയറിൽ തന്നെ പ്ലേസ്മെൻറ്റോടുകൂടി ജോലി നമുക്ക് ഉറപ്പാക്കുന്നതിന് സാധിക്കുന്നു. ഇനി ഈ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ നമ്മൾ പഠിക്കേണ്ടത്, ഈ കീം എക്സാമിനേഷന് വേണ്ടി പഠിക്കേണ്ടത് ഏതാണെന്ന് നമുക്കറിയാം. NCERT ടെക്സ്റ്റ് ബുക്കാണ്. അത് CBSE ബോർഡോ ISC ബോർഡോ സ്റ്റേറ്റ് ബോർഡോ ഏത് പഠിച്ചവരായിക്കോട്ടെ, NCERT ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് പഠിക്കുന്നതിലൂടെ നമ്മുടെ ഈ കീം എക്സാമിനേഷൻ നമുക്ക് ഈസി ആക്കാൻ സാധിക്കും. നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുള്ള അലോട്ട്മെൻറ്റുകളിലൂടെയാണ് ഗവൺമെൻറ് ഫില്ല് ചെയ്യുക. അങ്ങനെ ഓരോ ഓപ്ഷൻസും കൊടുത്ത് അലോട്ട്മെൻറ്റുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് കോളേജുകളും കോഴ്സുകളും സെലക്ട് ചെയ്യേണ്ടത്, ഏറ്റവും നല്ല കോഴ്സുകൾ ഏതാണ്, കോളേജുകൾ ഏതാണ് എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. അതുപോലെ മുൻ വർഷങ്ങളിൽ ഏത് റാങ്ക് വന്ന കുട്ടികൾക്കാണ് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇങ്ങനെ നിങ്ങൾക്ക് ഈ കോഴ്സുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും അലോട്ട്മെൻറ്റുകളെക്കുറിച്ചും അതിൻ്റെ മെത്തേഡുകളെക്കുറിച്ചും ഒരു കൃത്യമായ ധാരണയാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക. ആൽഫ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ മാത്രമുള്ളൊരു സിംഗിൾ സെൻറ്ററാണ്. നമ്മുടെ ഒരു പോളിസി എല്ലാ വർഷവും 300 സ്റ്റുഡൻസിനെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് ബ്രാഞ്ചുകളൊന്നുമില്ല. സിംഗിൾ സെൻറ്ററിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത്, ഏറ്റവും നല്ല കെയർ കൊടുത്ത്, സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ച കുറച്ച് കുട്ടികളെ ഏറ്റവും നല്ല വിജയത്തിലെത്തിക്കുക. അതാണ് 20 വർഷമായി ആൽഫ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എഞ്ചിനീയറിംഗ് പഠിക്കുക എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംശയം കൂടെയുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ ഒത്തിരിയധികം ഫീസ് ആവില്ലേ എന്ന്. ഒരിക്കലുമില്ല. കേരളത്തിലെ എഞ്ചിനീയറിംഗിൻ്റെ ഫീസ്, ആനുവൽ ഫീസ്, ഒരു വർഷത്തെ ഫീസ് എന്ന് പറയുന്നത് 8225 രൂപയാണ് ഗവൺമെൻറ് കോളേജുകളിൽ. ഇനി അത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് സാർ മുമ്പേ പറഞ്ഞതുപോലെ ബെസ്റ്റ് ക്യാമ്പസുകളിലേക്കൊക്കെ മാറ്റപ്പെടുമ്പോൾ ഫീസൊന്നും കൊടുക്കേണ്ടത് മാത്രമല്ല, സ്കോളർഷിപ്പ് ഇങ്ങോട്ട് വാങ്ങിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പസുകളുമാണ് ബിടെക് സെക്ടറിലുള്ളത്. അതേപോലുള്ള ക്യാമ്പസുകളിൽ എത്തിച്ചേരുക എന്നുള്ളതായിരിക്കണം ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷ്യം. അങ്ങനെ ബിടെക് നേടുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം റീസണൽ ഫീസിൽ ഏറ്റവും ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കോഴ്സാണ് ബിടെക്. മൊത്തം 170 എഞ്ചിനീയറിംഗ് കോളേജസാണ് നമുക്കുള്ളത്. ഈ 170 കോളേജുകളിലും കൂടെ 48,846 സീറ്റുകളുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ 3 സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് വൺ ഗവൺമെൻറ് സെക്ടർ. ഈ ഗവൺമെൻറ് സെക്ടറിൽ പ്യുവർലി ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലുള്ള കോളേജുകളാണ്. അവിടെ 12 കോളേജസാണ് ഉള്ളത്. ഈ 12 കോളേജിലും കൂടെ 5274 സീറ്റുകളാണ് നമുക്കുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു സെക്ടർ, ഈ ഗവൺമെൻറ് സെക്ടറിലെ കോളേജുകളെ മെൻഷൻ ചെയ്യുന്നത് G എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ടാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, ഓപ്ഷൻ അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കോളേജിൻ്റെ പേര് കാണിക്കുമ്പോൾ അവിടെ G എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്യുവർ ഗവൺമെൻറ് കോളേജ് ആയിരിക്കും. അടുത്തതായിട്ട് N എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന കോളേജുകളാണ്. ഈ N എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് സെമി ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന കോളേജുകളാണ്. ഈ സെമി ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന കോളേജുകൾ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നത്, KSRTCയുടെ അണ്ടറിൽ LBSൻ്റെത്, IHRTയുടേത്, കേപ്പിൻ്റെ, ഇങ്ങനെ സെമി കൺട്രോൾ ഗവൺമെൻറ് സെക്ടറിൽ വരുന്ന കോളേജുകളെല്ലാം കൂടെ ടോട്ടൽ 25 കോളേജുകളാണുള്ളത്. ഈ 25 കോളേജിലും കൂടെ 6819 സീറ്റുകൾ നമുക്ക് കേരളത്തിലുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു സെക്ടർ എന്ന് പറയുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ഈ പ്രൈവറ്റ് സെക്ടറിൽ ടോട്ടൽ 133 കോളേജസാണ് ഉള്ളത്. ഈ 133 കോളേജുകളിലും കൂടെ 36,753 സീറ്റുകളുണ്ട്.
അപ്പോൾ ഈ 3 സെക്ടറിലുള്ള കോളേജുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതിൽ ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ 8,225 രൂപയാണ് ഫീസ് വരുന്നത്. സെമി ഗവൺമെൻറ് സെക്ടറിലാണെങ്കിൽ 50% ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്ന സീറ്റുകളും ബാക്കി ഒരു 35% മാനേജ്മെൻറ്റ് ഫില്ല് ചെയ്യുന്ന കോളേജ് സീറ്റുകളും പിന്നെ ഒരു 15% NRI സീറ്റുകളും വരും. ഇതിലൊക്കെ ഈ 3 സെക്ഷനിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീസുകളായിരിക്കും വരിക. ഗവൺമെൻറ് സെക്ടറിലേക്ക് വരുന്നതിനകത്ത് 35,000, ചില സെക്ടറിൽ വരുമ്പോഴത്തേക്ക് 50,000, NRI സീറ്റിലേക്ക് വരുമ്പോൾ ഉയർന്ന ഫീസ്. ഈ 3 സെക്ടറിലെയും ഫീസുകളെക്കുറിച്ചും നമുക്ക് അടുത്തൊരു സ്ലൈഡിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം. ഇനി ഈ 3 സെക്ടറിലെ കോളേജുകളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, കോഴ്സുകളെക്കുറിച്ച്. അതിൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ കോർ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ എവർലാസ്റ്റിംഗ് കോഴ്സുകളായിട്ടുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ദെൻ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. എപ്പോഴും നമുക്കൊരു പ്ലേസ്മെൻറ്റിന് അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ജോലിയിൽ എത്തിച്ചേരാനും ഏറ്റവും നല്ല ഇൻകംത്തോടുകൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കോഴ്സുകളാണ് ഈ കോർ കോഴ്സുകളൊക്കെ. പിന്നെ അതേപോലെ തന്നെ വരുന്നതാണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്. ഇങ്ങനെ ധാരാളം സ്ട്രീമുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, മറൈൻ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പോലുള്ള കോഴ്സുകൾ, ഇങ്ങനെ വിവിധ ക്യാമ്പസുകളിൽ വരുന്ന വിവിധ കോഴ്സുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി അഡ്മിഷൻ എടുക്കുന്നത് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് പഠനത്തെയും ജോലി സാധ്യതകളെയും നമ്മളെ സഹായിക്കുന്നു. ഇനി കുറച്ച് സ്ലൈഡുകളിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കോളേജുകളും കോഴ്സുകളും അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും സ്ലൈഡിലൂടെ ഒന്ന് മനസ്സിലാക്കാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ആ സ്ലൈഡുകൾ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള കോളേജുകളെക്കുറിച്ചും അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഒക്കെ എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് നമ്മുടെ ഈ ചാനലിൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോ കോഴ്സുകളെക്കുറിച്ചും സീറ്റുകളെക്കുറിച്ചും അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കിലൂടെ ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലിങ്ക് ഇവിടെ തന്നിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കണ്ട സ്ലൈഡുകളിലൂടെ ഏറ്റവും നല്ല കോളേജുകൾ, കോഴ്സുകൾ, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ്റെ കീമിൻ്റെ ഈ വർഷത്തെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ റിസൾട്ട് ഇപ്പോൾ തന്നെ അനൗൺസ് ചെയ്യും, റാങ്ക് അനൗൺസ് ചെയ്യും. ഈ റാങ്ക് അനൗൺസ് ചെയ്യുന്നത് തന്നെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ മാർക്കും +2 ബോർഡ് എക്സാമിനേഷൻ്റെ മാർക്കും 1:1 എന്നുള്ള റേഷ്യോയിൽ എടുത്തതിന് ശേഷമാണ് റാങ്ക് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് CBC ബോർഡോ സ്റ്റേറ്റ് ബോർഡോ ISC ബോർഡോ ഏത് ബോർഡ് പഠിച്ചവരുടെ ആണെങ്കിലും ആ മാർക്കിൻ്റെ പെർസെൻറ്റേജും എൻട്രൻസിന് കിട്ടിയ മാർക്കും കൂടെ ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുക. ഈ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് എത്ര ഉയർന്ന റാങ്കോ താഴ്ന്ന റാങ്കോ കിട്ടിക്കോട്ടെ, ആ റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഏത് കോളേജിൽ കിട്ടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആൽഫയിലെ ടീം നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, നമുക്കറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് +1 +2 പോർഷനിൽ നിന്നാണ് ഈ എൻട്രൻസ് എക്സാമിനേഷൻ എല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം +1 +2ൻ്റെ സമയത്തും ഇനി +2 ഫസ്റ്റ് ചാൻസിൽ എഴുതിയ കുട്ടികൾക്ക് ഇൻ കേസ് നല്ലൊരു വിജയം നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒരു വർഷം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് നല്ല ഡെസിഗ്നേഷൻ നേടാൻ സാധിക്കുന്ന ബെസ്റ്റ് ക്യാമ്പസുകൾ നേടിയെടുക്കുന്നതിനും നിങ്ങളോടൊപ്പം ഏറ്റവും നന്നായി പഠിപ്പിക്കുന്നതിനും ഏറ്റവും നല്ല വിജയത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിനും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും ഏറ്റവും നല്ല മോഡൽ എക്സാമിനേഷൻസും ഏറ്റവും നല്ല ക്യാമ്പസുകളിലൂടെയും ലൈബ്രറിയിലൂടെയും തന്ന് വിജയത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് നടത്താൻ നിങ്ങൾ ആൽഫയിലേക്ക് എന്ത് സംശയങ്ങൾക്കും വിളിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഓപ്ഷൻസ് കൊടുക്കേണ്ടതും കൗൺസിലിങ്ങിൻ്റെതുമായിട്ടുള്ള രീതികളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.